ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ രാത്രി ഒരു 7 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഈ മലക്കറിയൊക്കെ ഒന്ന് പറക്കി വെക്കുകയാണ് കേട്ടോ. മലക്കറി എന്ന് പറയുമ്പോൾ നമ്മൾ തിരുവനന്തപുരംകാരൊക്കെ മലക്കറി എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളൊക്കെ പച്ചക്കറി എന്നാണോ പറയുന്നത്? ഇവിടെ എല്ലാവരും മലക്കറി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ വെജിറ്റബിൾസ് എന്ന് പറയണം കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഒരു നമ്മൾ സ്ഥിരം പറഞ്ഞു വന്ന ഒരു വാക്ക് അങ്ങനെ മാറ്റി പറയുമ്പോൾ എനിക്ക് എന്തോ പോലെയാണ്. അതുകൊണ്ട് ഞാൻ മലക്കറി എന്ന് തന്നെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ വാങ്ങി വെച്ച മലക്കറിയെല്ലാം പറക്കി ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ ഇതെല്ലാം ഒന്ന് ഇവിടെ തട്ടിയിടണേ. തട്ടിയിട്ട് കഴിയുമ്പോഴത്തേക്കേ അറിയാൻ പറ്റുള്ളൂ അതിനകത്ത് എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ക്യാരറ്റ്, ബീൻസ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് തട്ടിയിടാണ് കേട്ടോ. അപ്പം സാധാരണ നമ്മൾ വാങ്ങിയ കിറ്റ് മലക്കറി ഇല്ലേ, അതേ സാമ്പാറിന് വേണ്ടിയിട്ട് പ്രത്യേകം കിറ്റ് മലക്കറി നമ്മൾ വാങ്ങി വെക്കും. അത് ആ കവറോട് കൂടി എടുത്തങ്ങ് വെച്ചു കേട്ടോ. ഇനി അടുത്തത് ഉള്ളത് ഇതിലുള്ളതാണ് കേട്ടോ. ഇതിൽ മാങ്ങയുണ്ട്, നാരങ്ങയുണ്ട്, അതുപോലെ ക്യാരറ്റ്, കോളിഫ്ലവർ, ബീൻസ്, പിന്നെ ഉരുളക്കിഴങ്ങ്, സവാള, വെളുത്തുള്ളി, ഇങ്ങനെ കുറേ സാധനങ്ങളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ എനിക്കിപ്പോൾ നേരമില്ല കേട്ടോ. രാത്രിയിലത്തേക്കുള്ളത് കുക്ക് ചെയ്യാൻ കിടക്കുവാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് കേടായി പോണ പച്ചമലക്കറി ഇല്ലേ, അതെല്ലാം കൂടി ഈ കവറിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് വെക്കാൻ പോവാണ് കേട്ടോ. ബാക്കിയൊക്കെ പിന്നീട് എടുത്ത് വെച്ചാലും പറ്റും. പക്ഷേ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നിട്ട് ഉടനെ തന്നെ അവിടെ വെച്ചിരുന്നാലും അതിന് ചെറിയൊരു വാട്ടം ഉള്ളതുപോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ക്യാരറ്റും ബീൻസും ചീത്തായി പോണ മലക്കറി എല്ലാം കൂടെ പറക്കി അങ്ങ് വെക്കുകയാണേ. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് പറക്കി അങ്ങ് വെക്കാം. പിന്നെ നമ്മുടെ നാരങ്ങ അതുപോലത്തെ ഉള്ള സാധനങ്ങൾ, വലിയ നാരങ്ങ കേട്ടോ. ഇത്രയും വലിയ നാരങ്ങ ഈ അടുത്തിടെയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ചെറിയൊരു റൗണ്ട് നാരങ്ങയല്ലേ കിട്ടുള്ളൂ. ഇത് ഒത്തിരി വലിയ നാരങ്ങയായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് പറക്കി വെക്കുകയാണേ. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഏറ്റവും താഴെ ഒരു സീക്രട്ട് ഡ്രോവലുണ്ട്. അത് പെട്ടെന്ന് ആർക്കും കാണാനൊന്നും പറ്റില്ല കേട്ടോ. അതിനകത്തോട്ടോ ഞാൻ പറക്കി വെക്കുക. അത് സത്യം പറഞ്ഞാൽ നമ്മൾ ഫ്രിഡ്ജ് വാങ്ങിയിട്ട് കുറേ നാൾ ഞാൻ ആ അറ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ലേ. പിന്നീട് ഒരു ദിവസം ഞാൻ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്ത സമയത്താണ് അവിടെ അങ്ങനെ ഒരു ഇതുള്ളതെന്ന് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ എല്ലാവരെയും വിളിച്ച് കാണിച്ചപ്പോൾ എല്ലാവരും ഫസ്റ്റ് ടൈം കാണുവാണ്. 24 മണിക്കൂറും ഫ്രിഡ്ജ് തുറക്കണവർ പോലും അപ്പോഴാണ് അങ്ങനെ ഒരു ഡ്രോ ഉള്ളതായിട്ട് കാണുന്നത് കേട്ടോ. അപ്പം ഞാൻ പെട്ടെന്ന് ആരും എടുത്തുകൊണ്ട് പോകാത്ത സാധനങ്ങളൊക്കെ അവിടെ പറക്കി വെക്കുക. പിന്നെ കുറേ പച്ചമുളക് അതൊക്കെ പറക്കി അങ്ങ് വെക്കുകയാണേ. പിന്നെ ഈ കിടക്കുന്ന ഉരുളക്കിഴങ്ങും സവാളയും വെളുത്തുള്ളിയും ഇതൊക്കെ പിന്നീട് പറക്കി വെച്ചാലും മതി കേട്ടോ. എനിക്കിപ്പോൾ നേരെ ഒട്ടുമില്ല. അപ്പോഴത്തേക്കും നമ്മൾ രാത്രിയിലത്തേക്കുള്ള കാര്യങ്ങൾ നോക്കുകയാണേ. അപ്പോൾ ഇന്ന് നമ്മളുണ്ടാക്കിയ ചപ്പാത്തിക്ക്, ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് കേട്ടോ, ചോറ് വെച്ചില്ല. അപ്പോൾ ചപ്പാത്തിക്കുള്ള മാവ് ബാക്കി വന്നു കേട്ടോ. അപ്പോൾ അതിനെ ഞാൻ ഈ പാത്രത്തിൽ വെച്ച് അടച്ചു വെക്കുകയാണ്. അതിൻ്റെ അടപ്പ് കാണാനില്ല. അപ്പം ഞാൻ വേറൊരു അടപ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കേട്ടോ. ഇനി അടുത്ത് നമ്മൾ കൂമ്പ് തോരൻ വെക്കാൻ പോവാണ് കേട്ടോ. ഇത് വാഴക്കൂമ്പ് തോരനാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ഇത് അത്ര വലിയ പിടിയില്ല കേട്ടോ. സാധാരണ അമ്മമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ. ഇപ്പോഴാണ് കേട്ടോ ഇങ്ങനെ ഇതൊക്കെ വാങ്ങുന്നത്. ഈ ഇടയ്ക്കാണ് ഇത്തിരി ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിക്കണം, കുറച്ച് ടേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കണം എന്ന് പറഞ്ഞ് വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കിത് അറിയാമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. അപ്പോൾ അടുക്കളയിൽ മാത്രം നിന്ന് നമ്മളിത് അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബോറടിയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ഹാളിൽ വന്നിരുന്ന് ഇതൊക്കെ ഒന്ന് അരിയാണ്. അപ്പോഴത്തേക്കും ചന്തൂട്ടനാണെങ്കിൽ ഒരു സീരീസ് എന്തോ ഇട്ടേക്കാണ്, ഏതോ ഒരു ഭാഷയിലുള്ള ഏതോ ഒരു സീരീസ്. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല, എന്നാലും നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തെങ്കിലും ഒരു വെട്ടവും വെളിച്ചമൊക്കെ കണ്ടുകൊണ്ടിരുന്നെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ഇതിൻ്റെ ഇതളുകളിലുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വലിച്ച് കളക്കണം കേട്ടോ. അപ്പോഴത്തേക്കും അത് നോക്കി അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പാടുള്ളൊരു ജോലിയാണ് കേട്ടോ. ഒത്തിരി നേരെ സമയം അങ്ങ് പോകും, ഒരുപാട് സമയം നമുക്ക് എടുക്കും കേട്ടോ. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് അത് പറിച്ചെടുത്ത് കളഞ്ഞ് അതിനെ പിന്നെ അരിഞ്ഞെടുത്ത് അങ്ങനെയൊക്കെ കുറേ സമയം അങ്ങ് പോകും കേട്ടോ. എന്തായാലും ടി വി ഇട്ടിക്കുന്ന കാരണം എനിക്ക് ഇത്തിരി ഒരു സമാധാനമുണ്ട്. ഈ കല്യാണ ഫോട്ടോയിൽ കാണുന്ന ഞാനാണ് കേട്ടോ. എൻ്റെ കല്യാണ ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഒരു മണി പ്ലാന്റ് ഒക്കെ വെച്ചിട്ടുണ്ട് നമ്മളെ അടുക്കളയിൽ. പിന്നെ
നമ്മൾ ഈ വാഴക്കൂമ്പ് വെക്കണം. അതിന് മുമ്പ് ഞാൻ ഈ വാഴക്കൂമ്പ് അത്രയും കൂടി എടുത്ത് വെള്ളത്തിൽ കൊണ്ടിട്ട് കേട്ടോ, അതിൻ്റെ കറയൊന്ന് പോകാനായിട്ട്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ അതിൻ്റെ കറ പോകാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വലിയ പിടിയൊന്നുമില്ല കേട്ടോ. ഞാനാണെങ്കിൽ അമ്മയെ വിളിച്ച് ചോദിച്ചപ്പോൾ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. നമ്മൾ എത്ര കഴിവാലും തീരത്തില്ലല്ലേ പാത്രങ്ങൾ, ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, നമ്മൾ കഴിക്കൊണ്ടേയിരിക്കും, ഇതിനൊരു അവസാനവും ഇല്ല കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ കൈയൊക്കെ നനഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒട്ടുന്നത്, അതിൻ്റെ കറയാണ് കേട്ടോ. അപ്പം ഇത് അരിയുന്നതിന് കുറച്ച് എണ്ണ കയ്യിൽ പുരട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കൈയൊക്കെ ഒന്ന് കറുത്ത് പോകും കേട്ടോ. പിന്നെ ഞാൻ കഞ്ഞി വെക്കാനായിട്ട് അരി കഴുകാണ്. അപ്പോൾ ഈ അരിയുടെ വെള്ളമൊക്കെ ഞാൻ കൊണ്ട് ചെടിയുടെ മുകളിലാണ് സാധാരണ ഒഴിക്കാറുള്ളത്. പക്ഷേ എങ്കിൽ ഇന്ന് ഒഴിക്കാൻ സമയമില്ല കേട്ടോ, തീരെ നേരെ കഴിഞ്ഞു പോയി, എനിക്ക് ഒരുപാട് ജോലി കിടക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ട് ഇന്നത്തെ വെള്ളം ഞാൻ അങ്ങ് കളഞ്ഞു. ഇനിയിപ്പം അല്ലെങ്കിൽ ഞാൻ അരി കഴിയുമ്പോൾ നേരെ ചെടിയുടെ മൂട്ടി കൊണ്ട് ഒഴിക്കും കേട്ടോ. പക്ഷേ അത് നല്ല റിസൾട്ട് ഉണ്ട്, എൻ്റെ റോസയൊക്കെ നല്ലതായിട്ട് പൂക്കുന്നുണ്ട്. ഇന്നാണെങ്കിൽ ഒരു പനിനീർ പൂ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. നാളത്തെ വ്ളോഗിൽ ഞാൻ അത് കാണിക്കാം. നല്ല നാടൻ പനിനീർ പൂ വിരിഞ്ഞേട്ടോ. എനിക്ക് പൂ വിരിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഞാൻ നട്ട ചെടികളാണല്ലോ. അങ്ങനെ അരിയൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ ഈ വാഴക്കൂമ്പിൻ്റെ കറ കളയാനായിട്ട് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ എന്നോടൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കാണ്. ഇനി ഈ അരി അടയ്ക്കുകയാണ് കേട്ടോ കഞ്ഞി വെക്കാനുള്ള. പിന്നെ എന്താണെന്ന് പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ പറയാറില്ല എൻ്റെ പേര് നിയ എന്നാണെന്നൊക്കെ. അപ്പോൾ കുക്കറിലേക്ക് അരി അടുപ്പത്ത് വെച്ചു കേട്ടോ. ഇനി നമ്മളെ വാഴക്കൂമ്പ് നമ്മളൊന്ന് കഴുകിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എനിക്ക് കഴുകാൻ അറിയാവും. ഇതെങ്ങനെയാണോ ഇത് ചെയ്യുന്നതെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അരിഞ്ഞിട്ട് കഴുകിയിട്ട് പിന്നെ അത് വെള്ളത്തിൽ നിന്ന് എടുക്കാനായിട്ട് ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിക്കും ഇങ്ങനെയാണോ എന്തോ എല്ലാവരും ചെയ്യണേന്നുള്ളത്. പക്ഷേ എനിക്ക് ഇങ്ങനെ അറിയുള്ളൂ. ഞാൻ അമ്മയുടെ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് വെള്ളത്തിൽ കൊണ്ടങ്ങ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അതെങ്ങനെ തിരിച്ചെടുക്കണമെന്നൊന്നും പറഞ്ഞില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലൊരു അരിപ്പുണ്ടായിരുന്നു, അത് വെച്ചിട്ട് അതൊന്ന് വെള്ളമൊക്കെ അരിച്ചെടുത്തു. കുറേ വാഴക്കൂമ്പ് അങ്ങ് വെള്ളത്തിലൂടെ പോയി കേട്ടോ. പിന്നെ ഞാൻ വാഴക്കൂമ്പ് തോരൻ വെക്കാനാണ് പോകുന്നത്. സാധാരണ വാഴക്കൂമ്പ് തോരനല്ലേ വെക്കുന്നത്, വേറെ എന്തെങ്കിലും വെക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തോരൻ വെക്കാൻ വേണ്ടി ഞാൻ തേങ്ങയൊക്കെ തിരുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് ബാക്കി തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ തന്നെയാണ് അങ്ങ് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പുറത്ത് വെച്ചിരുന്നാൽ പിറ്റേന്ന് എടുക്കാനൊന്നും പറ്റില്ല, അത് അപ്പോഴും തന്നെ കേടായി പോകും കേട്ടോ. അപ്പോഴത്തേക്കും ഇത് എന്താണ്ട് വല ഇരിക്കുകയാണ് കേട്ടോ. അതിന് എങ്ങനെയാണ് അത് പോണേന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ ഈ ഇഞ്ചി ചതച്ചുകൊണ്ട്, ഇഞ്ചി അല്ലല്ലോ വെളുത്തുള്ളി ചതച്ചുകൊണ്ടിരിക്കുന്ന ഈ കല്ലുണ്ടല്ലോ, ഈ കല്ല് എൻ്റെ കല്യാണത്തിന് മുമ്പേ ഞങ്ങളുടെ വീട്ടിലെ ഗ്രൈൻഡറിൻ്റെ ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ വെച്ച് മഞ്ഞ ചതച്ചുകൊണ്ടിരുന്ന കല്ലാണ്. അത് കേടായപ്പോൾ ഞങ്ങൾ മഞ്ഞ ചതയ്ക്കാനായിട്ട് എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ കല്യാണം കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പോൾ ഞാൻ പിന്നീട് വീട്ടിൽ പോയപ്പോൾ, കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുവന്നതല്ല, കല്യാണം കഴിഞ്ഞ് പിന്നെ വീട്ടിലൊക്കെ പോയിട്ട് വരുമ്പം കൊണ്ടുവന്ന കല്ലാണ് കേട്ടോ. അങ്ങനെ ഒരു 16 വർഷം കൊണ്ട് എൻ്റെ കയ്യിലുണ്ട് ഈ കല്ല്. ഇത് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചതയ്ക്കുന്നത്. മറ്റേ കല്ലുണ്ടെങ്കിൽ എനിക്കത് അത്ര വലിയ ഇതില്ല കേട്ടോ, സൗകര്യമില്ല. ഇതാണ് എനിക്ക് എളുപ്പം. അപ്പോൾ ഈ പണ്ട് ഞാൻ മനസ്സിൽ ഈ കല്ല് വെച്ച് ഇങ്ങനെ ചതച്ചുകൊണ്ടിരിക്കുമ്പം വിചാരിക്കും കേട്ടോ, നമ്മൾ കല്യാണത്തിന് മുമ്പ് മഞ്ഞളൊക്കെ ചതയ്ക്കാനൊക്കെ യൂസ് ചെയ്തിരുന്ന കല്ലാണ്. ഇപ്പം മഞ്ഞൾ ചതപ്പുമില്ല, അതൊന്നുമില്ല. എല്ലാം ജോലി വീട്ടമ്മമാരുടെ ജോലി നമ്മൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തൊട്ട് ജോലി തന്നെയാണ്. രാത്രി 10 മണി വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുള്ളൂ. ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ ഇവിടെ പണിയെന്നും കൂടെ ആണല്ലോ. അപ്പം എന്താണ് നമ്മൾ വാഴക്കൂമ്പ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തിന്ന് നോക്കണം. എന്തിനാണെന്ന് വെച്ചാൽ അതിൽ കയ്പുണ്ടോ എന്ന് നോക്കണം. ആദ്യം ഞാൻ കഴിച്ച് നോക്കിയപ്പോൾ ചെറിയൊരു കയ്പ് എനിക്ക് തോന്നി. പിന്നെ വീണ്ടും കഴിച്ചപ്പം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. പിന്നെ ഞാൻ ബാക്കി വന്ന തേങ്ങ വെച്ചിട്ട് ഒരു ചമ്മന്തി അരയ്ക്കുകയാണ് കേട്ടോ. ചമ്മന്തി എന്ന് പറയുമ്പോൾ നല്ല പുളിയും ഉപ്പും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് വെള്ളം ചേർക്കാതെ അങ്ങ് അരച്ച് കൊടുത്തു കേട്ടോ. കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇടണോ എന്ന് ഞാൻ അത് മറന്നുപോയി. പക്ഷെ നല്ല അപ്പാര ടേസ്റ്റായിരുന്നു കേട്ടോ എൻ്റെ ചമ്മന്തി. ഈ ഒരു ചമ്മന്തി മാത്രം മതി കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനായിട്ട്. ഇപ്പം നമ്മൾ പൊതിച്ചോറൊക്കെ കെട്ടുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെള്ളം ചേർക്കാതെ കുറച്ച് തേങ്ങയും കറിവേപ്പിലയും പുളിയും ഉപ്പും 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ടൊന്ന് വെള്ളം ചേർക്കാതെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ചമ്മന്തിയാണ്. ഇപ്പോൾ ഈ മിക്സി തന്നെ ഞാൻ തന്നെ ക്ലീൻ ചെയ്യുന്ന മട്ടാണ്, അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു കേട്ടോ.
പിന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ മാഗി ഉണ്ടാക്കാൻ പോവാണേ. അപ്പം ചന്തൂട്ടനും എൻ്റെ നീസായ സായി ഉണ്ടായിരുന്നു കേട്ടോ. അവന് കുഞ്ഞു കുട്ടിയാണ് കേട്ടോ, 6ലാണ് പഠിക്കുന്നത്. അപ്പോൾ അവർക്ക് മാഗി വേണമെന്ന് പറഞ്ഞു കേട്ടോ. ചപ്പാത്തിയൊന്നും ഉണ്ടാക്കേണ്ട, മാഗി മതി എന്ന് പറഞ്ഞു. അപ്പോൾ മാഗി എത്ര വേണ്ടെന്ന് പറഞ്ഞാൽ അൺഹെൽത്തി എന്ന് പറഞ്ഞാലും പിള്ളേർക്കും എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇടയ്ക്കൊക്കെ മാഗി കഴിക്കാനായിട്ട്. എന്നെ കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലേ ഞാൻ മാഗിയൊക്കെ കഴിക്കുമെന്ന്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതിൽ നിറയെ മലക്കറി അരിഞ്ഞിടാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാഗിക്കകത്ത് കിടക്കുന്ന തക്കാളിയും പിന്നെ എന്താണ് ക്യാരറ്റും ഒക്കെ തിന്നാനായിട്ട്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫുഡായിരുന്നു കേട്ടോ തക്കാളി ഇട്ട് ഉണ്ടാക്കണ മാഗി. എനിക്ക് ഭയങ്കര കാർവിങ് ആയിരുന്നു ഈ തക്കാളി മാഗി കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇപ്പോഴും എനിക്കതിന് ഇഷ്ടത്തിന് ഒരു കുറവ് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഈ മലക്കറി എല്ലാം അരിഞ്ഞിട്ട് ക്യാരറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണേ. അങ്ങനെ ഞാൻ മാഗി ഉണ്ടാക്കുകയാണ്. അപ്പോഴത്തേക്കും ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കും കേട്ടോ. കുറച്ച് മുളക് പൊടി നമ്മൾ ചിക്കൻ മസാലയില്ലേ അതും കൂടി ചേർക്കും. എന്നിട്ട് മറ്റേ മസാല കുറച്ചേ ഇടുള്ളൂ കേട്ടോ. അത് അത്രയ്ക്ക് എനിക്ക് അത്ര ഇഷ്ടമില്ല. അതിലെന്തൊക്കെയോ ചേർക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. അജിനാമോട്ടയൊക്കെ കാണുമായിരിക്കും അല്ലേ. അപ്പം നമ്മുടെ മലക്കറിയൊക്കെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും കുറേ ദിവസമായിട്ടോ നമ്മളെ ഈ പൂച്ചക്കുട്ടി ഇവിടെ വന്നിട്ട് ഞാൻ ഇന്ന് രാവിലെയും കൂടി വിചാരിച്ചേ നമ്മളെ പൂച്ചയെ കാണാനില്ല, എവിടെ പോയാൽ എന്തോന്ന്. ഈ പൂച്ച കുറേ നാളായി ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഏതാണ്ട് 1 വർഷത്തോളമായി. ഇതിനിടയ്ക്ക് ഈ പൂച്ച പ്രഗ്നൻ്റായി, കുട്ടികളായി. എന്നാൽ ഈ പൂച്ച എപ്പോഴും ഇവിടെ വന്ന് കിടക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ദേഷ്യം വരും. ഞാൻ ഓട്ടിച്ചൊക്കെ വിടും കേട്ടോ. ചില സാധനങ്ങൾ എൻ്റെ നിന്ന് കട്ടുകൊണ്ട് പോയിട്ടുണ്ട്. ആ ദേഷ്യത്തിൽ ഞാൻ അതിനെ ഓട്ടിച്ചൊക്കെ വിട്ടിട്ടുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും അത് കയറി കണ്ടില്ലെങ്കിൽ 2 ദിവസം കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമാണ്. എന്തോ പോലെ തോന്നും. അങ്ങനെ ഇന്ന് രാവിലെ കൂടി ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞതാണ് ഈ പൂച്ചേനെ കണ്ടില്ലല്ലോ എന്ന്. പക്ഷേ അതാ വന്ന് കിടക്കണം. കണ്ടപ്പോൾ ഒരു സന്തോഷം കേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ പൂച്ചയെ മക്കളെ മോനെ എന്നൊക്കെ വിളിക്കുമായിരുന്നു കേട്ടോ. എവിടെ ആയിരുന്നു, കുട്ടികളെന്തിയെ, സുഖം തന്നെ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കും അവിടെ 2 കൊര ഏക്കമാണ്. ആരാണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞപ്പനാണ് കേട്ടോ. ഞാൻ പറയാറില്ല എൻ്റെ കുഞ്ഞൻ എൻ്റെ ഡോഗാണ്, എൻ്റെ കിറ്റി. അവൻ എന്നെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഞാൻ ആരടുത്തെങ്കിലും ഇങ്ങനെ സംസാരിക്കണതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ഭയങ്കര സീനാണ് കേട്ടോ. ഭയങ്കരമായിട്ട് കിടന്ന് ബാളം വെച്ച് കളയും. അപ്പോൾ അങ്ങനെയാണ് അവന് ഭയങ്കര സെൽഫിഷാണ് എൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മുടെ മാഗിയും മലക്കറിയും ഒക്കെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അതിനകത്ത് തക്കാളി ക്യാരറ്റ് എല്ലാം ഇട്ട് നല്ല കളർഫുള്ളാക്കി കൊണ്ടുവന്നു കേട്ടോ. അപ്പം ഞാൻ 2 പേർക്കും ഒരേപോലത്തെ പ്ലേറ്റിലാണ് മാഗി എടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരേപോലത്തെ സ്പൂണ് ഒരേ അളവായിരിക്കണം. അല്ലെങ്കിൽ 2ഉം കൂടെ അവിടെ കിടന്ന് അടി കൂടും കേട്ടോ. ഒരാൾ 8ലും ഒരാൾ 6ലുമാണ് പഠിക്കുന്നത്. അപ്പോൾ 2 പേരും അവിടെ കിടന്ന് അടി കൂടും. അപ്പം ഞാൻ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞു. അടുക്കള കതവ് നല്ലതായിട്ട് ലോക്ക് ചെയ്യാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഇനി 2-3 പാത്രം കഴുകാനുണ്ട്. അത് ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വന്ന് കഴുകാം. എനിക്കിപ്പോൾ ഒന്ന് കിടക്കണം. ഭയങ്കര ടയേർഡ്. ഇപ്പോൾ തന്നെ 9 മണിയായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ ഒന്ന് ഉറങ്ങിയിട്ട് വന്ന് ബാക്കി ബാത്റൂമൊക്കെ ഒന്ന് കഴുകാമെന്ന് വെച്ചേട്ടോ. അപ്പോഴത്തേക്കും ഞാൻ അടുക്കള കതവ് കുറ്റിയിട്ടതിന് ശേഷം ഫ്രണ്ടിലെ കതവ് ലോക്ക് ചെയ്തോന്ന് ചെക്ക് ചെയ്യും കേട്ടോ. അപ്പം നിങ്ങൾ ഹോം ടൂർ കുറേ പേര് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഹോം ടൂർ ഒട്ടനെ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് നമുക്കുണ്ടല്ലോ ഈ സൈഡിലും ഒരു ഡോറുണ്ട്. സൈഡിലെ ഡോറ് ചിലപ്പോൾ ലോക്ക് ചെയ്യാൻ മറന്നു. അപ്പോൾ ചേട്ടായി വന്നിട്ടാണ് ചിലപ്പോൾ ലോക്ക് ചെയ്യുന്നത് കേട്ടോ. എന്നെ വഴക്ക് പറയുന്നത് എനിക്ക് ഈ ലോക്ക് നേരത്തെ ഇട്ട് വെച്ചുകൂടെ, ഇപ്പോഴാണോ നീ ലോക്ക് ഇടണേന്ന് ചോദിക്കും. അപ്പം ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് നേരത്തെ തന്നെ അതങ്ങ് ലോക്ക് ചെയ്യും കേട്ടോ. ഒരു ദിവസം നമ്മൾ ലോക്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പോഴത്തേക്കും അതുകൊണ്ട് ഇപ്പം നേരത്തെ അങ്ങ് ഞാൻ ലോക്ക് ചെയ്തിടും കേട്ടോ. അപ്പോൾ 3 കതവ് അടച്ചോന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഒന്ന് കിടന്നിട്ടൊക്കെ വരാം. അപ്പോൾ ടാറ്റ ബൈ ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. ടാറ്റ ബൈ ബൈ.